വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സ്ലോ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അതുപോലെ എൻ്റെ ഒരു എന്താ പറയുക മടി പിടിച്ച ഒരു മോർണിംഗ് കൂടെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് താങ്ക് യു സോ മച്ച് ആൻഡ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് എണീറ്റു. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഭയങ്കര ലേറ്റായിട്ടാണ് വിളിച്ച് വരുള്ളൂ. ഇപ്പോൾ ഏകദേശം 8 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അതുപോലെ എൻ്റെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി താഴോട്ട് പോകണം. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കണം. അപ്പോൾ എൻ്റെ ഭർത്താവ് രാവിലെ എണീറ്റ് പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 7:30 പോയിട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ എണീറ്റ് എന്താ പറയുക പല്ലൊക്കെ തേച്ച് പതിയാണ് താഴെ വന്നത്. അപ്പം ഏകദേശം 8:30 ആയിട്ട് കേട്ടോ. 8:30 ആ ഒരു ടൈമൊക്കെ ആയിട്ട് നമുക്ക് ചായ കുടിക്കണം. ഞാൻ ഒറ്റയ്ക്കുള്ള മോർണിംഗ് ആണ്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് കുറെ കാണിക്കാനൊന്നും ഇല്ല. അപ്പൊ കുറച്ച് ചില്ലറ പണികളും കുറച്ച് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോ ചായ കുടിക്കണം ഗൈസ്. അപ്പൊ എന്താ ഉണ്ടാക്കാൻ ആലോചിക്കുക. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കുറെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ പുട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല. സിമ്പിളായിട്ട് എന്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. പക്ഷെ ഇനി ഞാൻ മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലതും ചിലപ്പോ ഒക്കെ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ നമുക്ക് ചായ വെക്കാം ഗൈസ്. ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ്. പാസ്ത അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയൊക്കെ തന്നെയാട്ടോ കഴിക്കാറുള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചായ വെക്കാം. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം. പാസ്ത ഉണ്ടാക്കുക ഗൈസ്. അപ്പോൾ പാസ്ത ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കാറ് കേട്ടോ. ഇപ്പോൾ എന്താ പറയാ ഇന്ന പോലെ ഉണ്ടാക്കണം അങ്ങനെ അതെനിക്ക് ഇഷ്ടമില്ല. അതെന്താ വെച്ചാൽ ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കും, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വേറൊരു ടൈപ്പ് ഒന്നും ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു പാസ്ത റെസിപ്പി ഉണ്ട് ഗൈസ്. ഇപ്പൊ ആരും ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിത് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഒന്നും കഴിക്കണ്ട, ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം പാസ്ത വെച്ചു, അതിനുശേഷം നമ്മൾ ബട്ടർ ഇട്ട്, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഇതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് അനിയനും ബെൽ പെപ്പറും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി അതിലേക്ക് സോൾട്ടും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചീസ്, ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ വേറെ ഇഷ്ടമാവോ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതാണ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കും കേട്ടോ. വേറെ ഒന്നും ഞാൻ പരീക്ഷിക്കാറില്ല പാസ്ത. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാളയും പകുതി മതി കേട്ടോ. കാരണം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അതും പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും അരിഞ്ഞെടുക്കാം കേട്ടോ. പ്രോപ്പറായിട്ട് എല്ലാവരും ഉണ്ടാക്കണ പോലത്തെ പാസ്ത ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഇഷ്ടമുള്ളത് ഇട്ടിട്ട് ഉണ്ടാക്കണ ഒരു പാസ്ത റെസിപ്പി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറെ സാധനങ്ങളൊന്നും ഞാൻ ഇടില്ല. ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇടാം കേട്ടോ.
ശരിക്കും ഇതിലിടാം. പക്ഷെ ഞാൻ ഇതിലാകെ ചെറിയൊരു ഗാർലിക്കും അതുപോലെ ഒരു അണിയന്റെ പകുതിയും അതുപോലെ ബെൽ പെപ്പറിന്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണത് ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ. നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം, ഒരുമിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇതൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് പാത്രത്തിൽ മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിക്ക് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ഇതിക്ക് നമുക്ക് ഒരു കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ചെടുക്കാം. പുറത്ത് ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അനിയനും ബെൽ പെപ്പറും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു പാനിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സെറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെയൊക്കെയാണ് വെച്ച് കഴിക്കാറ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് കഴിക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാനതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. പാസ്ത ഇവിടെ റെഡി ആയിട്ട് ഗൈസ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചായ വെക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിതിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം ഞാനിങ്ങനെ എഴുതാൻ കണ്ടെത്താറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കഥയും കവിതയൊന്നും അല്ല എഴുതുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. അത് ജസ്റ്റ് ഒരു ശീലം പോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനതിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് രാവിലെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി കുറച്ച് അലക്കാനുണ്ട്. അതൊക്കെ കൊണ്ട് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ബാക്കിയുള്ള കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ
ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളാണ് കേട്ടോ. അധികം പാത്രങ്ങൾ ഉപയോഗിച്ചാണോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ അതൊക്കെ കഴുകുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ആ വെസൽസൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതിനുശേഷം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യണം, ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ. ഇതെൻ്റെ ജസ്റ്റ് ഒരു മോർണിംഗ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ മോർണിംഗ് കുറച്ച് മടി പിടിച്ച മോർണിംഗ് ആയിരുന്നു. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.